ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, എനിക്കിപ്പോൾ എക്സാമാണ്, പഠിക്കണം ഫ്രണ്ട്സ്. ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും എല്ലാം പഠിപ്പിക്കണം ഫ്രണ്ട്സ്. പിന്നെ ഉറങ്ങാൻ നേരത്തൊക്കെ ഒരു ചെറിയ സിറ്റിംഗ് ഒക്കെ എടുക്കും, അതേ ഉള്ളൂ. എപ്പോഴും പഠിപ്പാണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ അത്ര ആയിട്ട് ഇടാത്തത്. എന്തായാലും ഈ ലോങ് വീഡിയോ ഞാനൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയില്ലായിരുന്നു, വാട്ടർ ക്യാൻഡിൽ. ആ ക്യാൻഡിൽ ഉണ്ടാക്കിയ എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു, ആ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, നമുക്ക് അത്ര വ്യക്തമായില്ലെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇട്ടാലോ എന്ന്. ആ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു ലോങ് വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമുക്ക് ഒരു ലോങ് വീഡിയോ ആയി. പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ്, ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾക്ക് സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായി. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ആ ദിവസം. അപ്പം എന്താ സർപ്രൈസ് എന്ന് ഞാൻ ഇപ്പം പറയില്ല, ലാസ്റ്റ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു കഥയായിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമുക്ക് വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ കുറച്ച് ഫ്ലവേഴ്സ് വേണം. നമുക്കിഷ്ടമുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്ലവേഴ്സ് വെച്ച് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഫ്ലവേഴ്സൊക്കെ പോയി പറിക്കാം. നമ്മൾ ചെമ്പകം പൂവിൻ്റെ ആണ് പറിക്കുന്നത് പൂവ്. ഞങ്ങളുടെ വീട്ടിൽ മരമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിലാണ് പിടിക്കുന്നത്. പോയി പറിക്കാം. നമ്മളുടെ ബെല്ലു ഫ്രണ്ട്സ്, ബെല്ലയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവളെ തുറന്നു വിടുമ്പോൾ ഞാൻ അവളുടെ അടുത്തുണ്ടെങ്കിൽ എന്നെ കൊഞ്ചിക്കും. പക്ഷേ പിന്നെ എന്നെ കണ്ട് എന്നെ ഭ്രാന്ത് പിടിക്കും, ചിലപ്പോൾ അള്ളും കടിക്കും. ഫ്രണ്ട്സ്, അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവളെന്നെ കൊഞ്ചിക്കും. ഞാനൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ബെല്ലെന്ന് വിളിച്ച് ഉടനെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ തൂക്കും, ഇങ്ങനെ ചിലപ്പോൾ നക്കും. അവള് ഭയങ്കര സ്ട്രോങ് ആണ് ഫ്രണ്ട്സ്. ഞാൻ ചിലപ്പോൾ താഴെ വീഴുമായിരിക്കും, അതുപോലാണ് ഇവള്. ഈ വെള്ളം കുച്ചോടി, എല്ലാം കുച്ചോ. നമ്മളങ്ങനെ പറഞ്ഞു വേറെ എന്തൊക്കെയോ പറഞ്ഞു. നമുക്കപ്പോൾ പൂ പറിക്കാം. ഞാൻ 3 എണ്ണം പറിച്ച് എടുത്തിട്ടുണ്ട്. നമുക്കപ്പം ബാക്കി പണിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ പൂ പറിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഗ്ലാസ് ആണ്. നമുക്കിനി ഗ്ലാസ് പോയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഗ്ലാസ് എടുത്തു. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. റേഷൻ കടയിലൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയില്ല, അതൊക്കെ അതിനൊരു പച്ച വിലയ്ക്ക് നമുക്ക് കിട്ടും. നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി പച്ചരി. എനിക്ക് ക്യാൻറ്റീൻ ഉണ്ടാക്കാൻ പച്ചരി തരാമെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് പച്ചരി കിട്ടിയാൽ നമുക്കിതിൻ്റെ ചെയ്യാൻ പറ്റും. കറണ്ട് പോയി ഫ്രണ്ട്സ്, സമയമായപ്പോൾ കറണ്ട് പോയി ഫ്രണ്ട്സ്. ലൊക്കേഷൻ മാറ്റേണ്ടി വരുമെന്നൊരു സംശയം. ഫ്രണ്ട്സ്, നമുക്കിപ്പം പച്ചരി എടുക്കാം. കറണ്ട് പോയെങ്കിൽ പോട്ടെ, നമുക്ക് പോയി. ഫ്രണ്ട്സ്, അങ്ങനെ കറണ്ട് വന്നു. നമുക്കിപ്പം ഗ്ലാസിൻ്റെ 3/4 ഭാഗമാണ് പച്ചരി ഇടേണ്ടത്. ഇത്രയും മതി നമുക്ക് പച്ചരി ഇടാൻ. അപ്പം നമുക്കിനി പൂ കയറ്റി വെക്കാം. പൂ ഇങ്ങനെ കയറ്റി വെക്കാം.
ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞോട്ട് നിങ്ങൾക്ക് ഏത് പൂ വേണമെങ്കിലും യൂസ് ചെയ്യാവേ. ഓക്കെ, നല്ല ക്യൂട്ടുണ്ട് ഇപ്പൊ തന്നെ. ഫ്രണ്ട്സ്, പൂവെല്ലാം ഈ ഗ്ലാസിൻ്റെ അകത്തിരിക്കണം. പൂവിൻ്റെ ഇതളുകളൊന്നും ഇതിൻ്റെ ഗ്ലാസിൻ്റെ പുറത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ആക്കി പുറത്ത് വരണം. ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. നമ്മൾ അടുത്തതായിട്ട് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ അമ്മമാരോടെല്ലാം ചോദിച്ചിട്ട് എണ്ണ എടുക്കാം. കാശ് കൊടുത്ത് വാങ്ങിച്ചതൊന്നും പെട്ടെന്ന് എടുത്ത് അമ്മമാരോട് പറഞ്ഞിട്ട് അവരെടുത്ത് തരുന്നത് ഒഴിക്കുക. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ അമ്മമാരോട് ചോദിച്ചിട്ട് വേണം. ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇത് വെച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് ഫുള്ള് നിറഞ്ഞ് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനല്ലേ. ഫ്രണ്ട്സ്, ഇനി നമ്മൾ തിരിയായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ബഡ്സ് ആണ്. ബഡ്സിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. എന്നിട്ട് കത്തിക്കുക, രസമായിരിക്കും. നമുക്കിനി ബഡ്സ് എടുത്തോണ്ട് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ ബഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബഡ്സ് വെക്കുന്നതിന് മുമ്പേ നമ്മൾ ബഡ്സിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ എണ്ണ ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ കത്താൻ കുറച്ച് സമയം എടുത്തു. അപ്പം നമ്മൾ വെക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ വെക്കണം. എന്നാൽ നന്നായിട്ട് കത്തും ഫ്രണ്ട്സ്. നമുക്കപ്പോൾ എന്തായാലും വെക്കാം. ഫ്രണ്ട്സ്, ഞാനത് മുക്കി വെച്ചപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് എണ്ണയൊന്ന് പറ്റി. ആ എണ്ണ കൈ കഴുകിപ്പോയി. പിന്നെ ബാക്കി അമ്മയാണ് മുക്കി വെച്ചത്. ഇനി എനിക്ക് കത്തിക്കാൻ എത്ര പേടിയാണ് ഫ്രണ്ട്സ്, അതുകൊണ്ട് അമ്മയാണ് നമ്മുടെ തീപ്പെട്ടി കത്തിക്കുന്നത്. അമ്മ എന്തായാലും കത്തിക്കട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ക്യാൻഡിൽ കത്തി ഫ്രണ്ട്സ്. നല്ല രസമുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ കാണാൻ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ ക്യാൻഡിൽ നമ്മൾ റെഡിയാക്കി. ഫ്രണ്ട്സ്, നമുക്ക് ഇരുട്ടത്ത് പോയി നോക്കാം അതിൻ്റെ ശരിക്കത്തെ ഭംഗി. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ലുക്ക് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ നട്ടുച്ച വെയിലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു ഡിന്നറായിട്ടൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സാധനമാണ്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിരിക്കും. ഫ്രണ്ട്സ്,
അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പരാതിയെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിനി ഞാൻ ആ സർപ്രൈസ് കാണിക്കാൻ പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾക്ക് ആ സർപ്രൈസ് ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസാണ്. എന്തായാലും നമ്മളുടെ സർപ്രൈസ് കാണിക്കാനുള്ള സമയമായിട്ടുണ്ട്. എനിക്ക് നവംബറിന് എനിക്കൊരു PCMൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അതിന് എനിക്ക് ഭയങ്കര കുറച്ചൊക്കെ ടഫായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന്. പക്ഷെ എന്താണെന്നറിയത്തില്ല ഫ്രണ്ട്സ്, എനിക്ക് കിട്ടി, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് സർട്ടിഫിക്കറ്റ്. പിന്നെ എനിക്ക് ഒരു ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടി. അതിൽ ക്യാഷ് അല്ല ഉള്ളത്, നമ്മൾ ബാങ്കിൽ കൊണ്ടിടണം. ഇതിൽ 500 റുപ്പീസാണ് കിട്ടിയത്. 500 റുപ്പീസിൻ്റെ ചെക്കാണ് ഫ്രണ്ട്സ് ഇത് കിട്ടിയത്. ഇത് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടാൽ മതി, നമുക്ക് പിന്നെ പൈസ കിട്ടും. പിന്നെ എനിക്ക് കിട്ടിയത് ഏറ്റവും സന്തോഷപ്പെട്ട സാധനം മെഡൽ ഫ്രണ്ട്സ്. വിന്നർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. PCM സ്കോളർഷിപ്പ് വിന്നർ 2024-2025 ഞാനാണ് ഇതിൽ എഴുതിയേക്കുന്നത് 2 വശത്തും. എനിക്ക് എന്തായാലും നല്ല ഹാപ്പിയായി. ആ ദിവസം ഞാൻ ഒരു ഹാപ്പി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കഥയായിട്ട് വേറൊരു കാര്യം പറയാമെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പിൻ്റെ ഞങ്ങൾക്ക് വേറൊരു ദിവസമായിരുന്നു എനിക്ക്. ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം എഴുതിയായിരുന്നു. ഫ്രണ്ട്സിനെല്ലാം ക്ലാസ്സിൽ കൊണ്ട് എല്ലാവരും ഒരു അങ്കിള് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് കണ്ടിട്ട് ഞാൻ എൻ്റെ പേരിപ്പോൾ പറയും, മിതാലിയുടെ പേരിപ്പോൾ പറയുമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ എന്താ ഫ്രണ്ട്സ് എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. രണ്ടാമതും വന്നു, അല്ല 3ാമത് പേര് വന്നിട്ടും പറഞ്ഞില്ല. ഞങ്ങൾ വിഷമിച്ചായിരുന്നു വീട്ടിൽ പോയത്. പിന്നെ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞപ്പം അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഇനിയും കിട്ടുമല്ലോ എങ്ങനെയാലും ഓക്കെ. പക്ഷെ ഞാൻ അടുത്ത ദിവസം എനിക്ക് എന്താണെന്നറിയത്തില്ല, ആ വിഷമം ഉള്ളിൽ ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട്, നമുക്ക് ഹിന്ദിയുടെ പരീക്ഷയായിരുന്നു അന്ന് ഹിന്ദി ടീച്ചർ വന്നിട്ട് പറയുക, അമ്മയും മിതാലിയും എൻ്റെ കൂടെ വരാൻ. നമുക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ പോയി, ടീച്ചർ വന്നിട്ട് സാജി സാറിൻ്റെ അടുത്ത് നിർത്തി. എന്നിട്ട് സാജി സാറിൻ്റെ പുറകെ പോകാൻ പറഞ്ഞു. പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നു. അപ്പോഴും ഞങ്ങൾ അവിടെ കുറേ മെഡലും സർട്ടിഫിക്കറ്റും പിന്നെ ഈ ക്യാഷ് പ്രൈസ് എല്ലാം ഇരിക്കുന്ന അവിടെ വെച്ചത് കണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നി, അപ്പോഴേ തോന്നി എനിക്കായിരിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും ഇത് കിട്ടുന്നതെന്ന്. ഫ്രണ്ട്സ് കരുതി ഞാൻ വിചാരിച്ചു എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ ഫ്രണ്ട്സ്. പക്ഷെ സർട്ടിഫിക്കറ്റും പിന്നെ ഈ ക്യാഷ് പ്രൈസും പിന്നെ ഈ മെഡലുമാണ് ഫ്രണ്ട്സ് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫ്രണ്ട്സ് ആ ദിവസം എനിക്ക് സന്തോഷം വന്നിട്ട് എനിക്ക് എക്സാം എഴുതാൻ എക്സാം എഴുതുവാന്ന് എൻ്റെ ഒരു വിചാരമില്ലായിരുന്നു. ഞാൻ ഫുള്ള് ഹാപ്പി ആയിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എക്സാമിന് ഫുള്ളും അറിയായിരുന്നു ഫ്രണ്ട്സ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്ക് 2ാമതാണ് മെഡൽ കിട്ടുന്നത്. എനിക്ക് സർട്ടിഫിക്കറ്റ് കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് 10 കിട്ടിക്കാണും. അതുപോലെയാണ് ഫ്രണ്ട്സ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ എനിക്ക് സന്തോഷം വന്നത് ഈ മെഡൽ കിട്ടിയപ്പോഴാണ് ഫ്രണ്ട്സ്. സർട്ടിഫിക്കറ്റ് എനിക്ക് കുറേ കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ഇല്ലായിരുന്നു. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസത്തിൻ്റെ കൂട്ടും തന്നെ എല്ലാവരും എന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.